ഹലോ, ഗുഡ് ഈവനിങ്. നമുക്ക് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന്. തേർഡ് മൊഡ്യൂളില് ഫസ്റ്റ് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ മീൻസ് കണ്ടിന്യൂസ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വില വർധനവെന്ന് പറയൂലേ, അതാണ് ഇൻഫ്ലേഷൻ. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് ലെവലിൽ വരുന്ന റൈസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസിന്റെ ഒക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, വിച്ച് ലെഡ്സ് ടു ഡിക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ ഓഫ് ദി മണി. അതായത് പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത്. പർച്ചേസിംഗ് പവർ മീൻസ് ഹൗ മച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് യു ക്യാൻ ബൈ വിത്ത് യുവർ മണി. അതാണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമുക്ക് ആദ്യമേ ഒരു 100 റുപ്പീസിന് 5 items വാങ്ങിക്കായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഇൻഫ്ലേഷൻ ഒക്കർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ 100 റുപ്പീസിന് പിന്നീട് 3 items വാങ്ങിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ആക്ച്വലി പർച്ചേസിംഗ് പവർ ഓഫ് മണി റെഡ്യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് പർച്ചേസിംഗ് പവർ മീൻസ് ഹൗ മച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് യു ക്യാൻ ബൈ വിത്ത് യുവർ മണി എന്നുള്ളതാണ്. ഇപ്പൊ ഇൻഫ്ലേഷന്റെ റിസൾട്ട് ആയിട്ട് പർച്ചേസിംഗ് പവർ ഓഫ് മണി റെഡ്യൂസ് ചെയ്യും. അതായത് വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യും എന്നർത്ഥം. പൈസയുടെ മൂല്യം കുറഞ്ഞു പോകുന്നുള്ളത്. ഇനി ഇൻഫ്ലേഷൻ ഒക്കർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഒക്കർ ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാന്ന് വെച്ചാൽ ഡിമാൻഡ് സപ്ലൈനേക്കാളും എക്സീഡ് ചെയ്യുമ്പോൾ. ഡിമാൻഡ് കൂടുതലായിരിക്കും, സപ്ലൈ കുറവാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇൻഫ്ലേഷൻ ഒക്കർ ചെയ്യുന്നത്. ഇപ്പം ആളുകൾക്ക് കുറെ പ്രോഡക്റ്റ് വാങ്ങിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പം 100 കസ്റ്റമേഴ്സിന് ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാനാണെന്ന് വിചാരിക്കുക. 100 കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ 50 മൊബൈൽ ഫോൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താണ്, 100 കസ്റ്റമേഴ്സിന് 50 ഫോൺസ് അല്ലേ പറ്റൂ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പം അല്ലെങ്കിൽ സെല്ലേഴ്സ് എന്ത് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ആ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. That means if many people want to buy a product but there are only a few available products, seller increase the price, this situation leads to inflation. പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കുറവാണ്, പക്ഷെ വാങ്ങിക്കാൻ ആളുകൾ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ സെല്ലേഴ്സ് പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് കൂടുതൽ വരുമ്പോഴത്തേക്കും. ആ സിറ്റുവേഷൻ, അങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ആ സിറ്റുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ ടു കറണ്ട് ഇയർ പ്രൈസ് മൈനസ് ബേസ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. ഇതില് ഈ കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് ഇയറിലെ പ്രൈസ് ആണ്. ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ പ്രസന്റ് ഇയർ ആണ് കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ബേസ് ഇയർ പ്രൈസ് എന്ന് പറയുന്നത് ഈ സെയിം പ്രോഡക്റ്റിന്റെ തന്നെ പ്രൈസ് അതിന്റെ ഏർലിയർ ഇയേഴ്സിൽ, അതായത് മുൻ വർഷങ്ങളിൽ സെയിം പ്രോഡക്റ്റിന് എത്ര രൂപയായിരുന്നു എന്നുള്ളതാണ് ബേസ് ഇയർ പ്രൈസ് വെച്ചിട്ട് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ബേസ് ഇയർ പ്രൈസ് കറണ്ട് ഇയർ പ്രൈസുമായിട്ട് കമ്പാരിസൺ ആണ് നടത്തുന്നത് നമ്മൾ ആക്ച്വലി. അപ്പം ഇൻഫ്ലേഷൻ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് ഇയർ പ്രൈസ് മൈനസ് ബേസ് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇൻഫ്ലേഷൻ റേറ്റ് മെഷർ ചെയ്യുന്നത് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പ്രൈസസ് കമ്പയർഡ് ടു ബേസ് ഇയർ. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പ്രൈസ് ഹൈക്കും ഈ വർഷത്തെ പ്രൈസ് ഹൈക്കും തമ്മിൽ കമ്പയർ ചെയ്യും. അതായത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്.
അതായത് ബേസ് ഇയർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള ഏർലിയർ ഇയേഴ്സ് ആണ്. അപ്പം ഏർലിയർ ഇയേഴ്സിൽ ഉള്ള പ്രൈസ് റൈസും കറണ്ട് ഇയറിലെ പ്രൈസ് റൈസ് അത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇൻഫ്ലേഷൻ റേറ്റ് മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പ്രൈസസ് കമ്പയർഡ് ടു ബേസ് ഇയർ. ഇനി എക്കണോമിസ്റ്റുകൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് പ്രൈസ് ഇൻഡെക്സുകൾ യൂസ് ചെയ്തിട്ടാണ്. എക്കണോമിസ്റ്റുകൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് പ്രൈസ് ഇൻഡെക്സുകൾ വെച്ചിട്ടാണ്. രണ്ട് ടൈപ്പ് പ്രൈസ് ഇൻഡെക്സ് ആണുള്ളത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ വിച്ച് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അതിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻ ബൾക്ക് അറ്റ് ഹോൾസെയിൽ ലെവൽ. ഹോൾസെയിൽ ലെവലിൽ ബൾക്കായിട്ട് സെല് ചെയ്യുന്ന ഗുഡ്സ് ഉണ്ടല്ലോ, അതിന്റെ പ്രൈസസിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. അപ്പം ഈ രണ്ട് പ്രൈസ് ഇൻഡെക്സുകൾ വെച്ചിട്ടാണ് ഇൻഫ്ലേഷൻ ട്രാക്ക് ചെയ്യുന്നത് എക്കണോമിസ്റ്റുകളും അതുപോലെ ഗവൺമെന്റും ഒക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ആർ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, built in inflation, creeping inflation, walking inflation, galloping inflation and hyperinflation. ഇങ്ങനെ 7 ടൈപ്പ് ഇൻഫ്ലേഷൻ ആണുള്ളത്. അതിലെ ഫസ്റ്റ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഡിമാൻഡ് പുൾ, ആ ഡിമാൻഡ് പുൾ എന്നുള്ള ആ വേർഡിൽ നിന്ന് തന്നെ, അതായത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഈസ് എ സിറ്റുവേഷൻ വേർ prices rise because aggregate demand increases faster than aggregate supply. അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് മൂലം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ അല്ലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതായത് സപ്ലൈ കുറവായിരിക്കും, അങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ദെൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ ആണല്ലോ. ആ ടൈപ്പ് ഇൻഫ്ലേഷൻ ആണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഇൻകം സംഭവിക്കും. അതായത് ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ മണി ഏൺ ചെയ്യും. അങ്ങനെ കൂടുതൽ മണി ഏൺ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യും. അതായത് ഇൻകം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതലായിട്ട് മണി സ്പെൻഡ് ചെയ്യും. അങ്ങനെ കൂടുതലായിട്ട് മണി സ്പെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഡക്ട്സ് അവർ വാങ്ങിക്കും. അപ്പൊ ആ കൂടുതൽ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഡിമാൻഡ് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. അതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് ബേസിക്കലി ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റൈസ് ഇൻ പ്രൈസ് എന്നുള്ളതാണ്. അപ്പം കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഹാപ്പൻ ചെയ്യുന്നത് വെൻ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസസ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ലേബേഴ്സ് കൂടുതൽ വേജസ് ചോദിച്ചു, കൂടുതൽ വേജസ് ഡിമാൻഡ് ചെയ്തു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ യൂണിറ്റ്, ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ലേബേഴ്സ് ഹയർ വേജ് ഡിമാൻഡ് ചെയ്തു. അപ്പോൾ കമ്പനി ആ ഡിമാൻഡ് സമ്മതിച്ചു കൊടുത്ത് ഹയർ വേജ് അവർക്ക് കൊടുത്തു. അറ്റ് ദ സെയിം ടൈം റോ മെറ്റീരിയലിന്റെ കോസ്റ്റും കൂടി ഗവൺമെന്റ് ടാക്സ് ഇൻക്രീസ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അതായത് റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടി ടാക്സ് ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്തു, എംപ്ലോയീസിന് കൂടുതൽ ഹയർ വേജസ് കൊടുത്തു. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കവറപ്പ് ചെയ്യണമല്ലോ. ഇപ്പൊ ഈ
അതായത് പ്രൊഡ്യൂസറിന് ഇപ്പൊ ഇൻക്രീസ് ചെയ്ത കോസ്റ്റ്, റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു, ടാക്സ് കൂടി, ഹയർ വേജസ് ആക്കി, അപ്പൊ അവർക്ക് കൂടുതൽ ചെലവാണല്ലോ വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം കവറപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അതിനുവേണ്ടി പ്രൈസ് ഇൻക്രീസ് ചെയ്യും. പ്രൊഡ്യൂസേഴ്സ് ഇൻക്രീസസ് പ്രൈസ് ടു മെയിൻറ്റെയിൻ ദ പ്രോഫിറ്റ്. അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് അവർ ഇൻക്രീസ് ചെയ്യും പ്രോഫിറ്റ് കിട്ടാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. ഈ ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ വരുന്നത് ഒരു വേജ് പ്രൈസ് സ്പൈറൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. വേജ് പ്രൈസ് സ്പൈറൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ ലേബർ ഹയർ വേജ് ഡിമാൻഡ് ചെയ്തു. ആ ഹയർ വേജ് കമ്പനി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഹയർ ആയി. പ്രൊഡക്ഷൻ കോസ്റ്റ് ഹയർ ആയപ്പോൾ അവര് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലേബേഴ്സിന് തോന്നും അവരുടെ കയ്യിലുള്ള മണിയുടെ വാല്യൂ കുറഞ്ഞു എന്ന് തോന്നും. അപ്പൊ അവർക്ക് വീണ്ടും വേജ് ഡിമാൻഡ് ചെയ്യും. അവര് ഹയർ വേജ് വീണ്ടും ഡിമാൻഡ് ചെയ്യും. അപ്പൊ ഹയർ വേജ് ഡിമാൻഡ് ചെയ്യുമ്പോൾ വീണ്ടും വേജ് കൂട്ടി, ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ഹയർ ആയി, ദെൻ പ്രൈസ് ഹയർ ആയി. അപ്പൊ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്പൈറൽ വരും. അതായത് വേജ് കൂടുന്നു, പ്രൈസ് കൂടുന്നു, അങ്ങനെ അങ്ങനെ ആ ഒരു പ്രോസസ്സ് സൈക്കിൾ പോലെ കണ്ടിന്യൂസ് സൈക്കിൾ ആയിട്ട് വരുന്നു. അതാണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വേജ് കൂടുതൽ കൊടുത്തു, ഹയർ വേജ് കൊടുത്തു, ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയി, ദെൻ പ്രൈസ് ഹൈ ആയി. പ്രൈസ് ഹൈ ആവുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു കണ്ടീഷൻ കോൾഡ് ഇൻഫ്ലേഷൻ ആണ്. അപ്പം ഈ വേജ് പ്രൈസ് എന്നുള്ള ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്പൈറൽ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ലീഡ്സ് ടു ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. നെക്സ്റ്റ്, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. Creeping inflation is a very slow and mild form of inflation where general price level increases slowly at the rate below 3% per year. അതായത് ക്രീപ്പിംഗ്, ആ പേര് പോലെ തന്നെ ഇഴഞ്ഞു നീങ്ങണ പോലത്തെ അവസ്ഥയാണ്. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പം സ്ലോ ആയിട്ടും മൈൽഡ് ആയിട്ടും ഉള്ള ചേഞ്ചാ വരുന്നുള്ളൂ. അതായത് പ്രൈസ് ലെവല് സ്ലോ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് കാര്യമായിട്ട് എക്കണോമീനെ ബാധിക്കുന്നുമില്ല, സീരിയസ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രൈസ് ഓഫ് മിൽക്കിന്റെ പ്രൈസ് ഈ വർഷം 50 റുപ്പീസ് ആണ്. നെക്സ്റ്റ് ഇയറിൽ വന്നപ്പോൾ 51 റുപ്പീസ് ആയി. 1 രൂപയെ കൂടിയുള്ളൂ. ഇവിടെ ആക്ച്വലി പ്രൈസ് സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതിനാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് വലിയ കാര്യമായിട്ട് ഇക്കണോമീനെ ബാധിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ പ്രൈസ് റേറ്റ് അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് ബിലോ 3% ആണ്. ഒരു വർഷം 3% ആണ് പ്രൈസ് കൂടുന്നുള്ളൂ, അല്ലെങ്കിൽ ബിലോ 3% ആണ് പ്രൈസ് കൂടുന്നുള്ളൂ. അപ്പൊ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഈസ് എ വെരി സ്ലോ ആൻഡ് മൈൽഡ് ഫോം ഇൻഫ്ലേഷൻ വെയർ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസസ് സ്ലോലി അറ്റ് ദ റേറ്റ് ബിലോ 3% പെർ ഇയർ ആണ്. ഇനി നെക്സ്റ്റ് വൺ, വർക്കിംഗ് ഇൻഫ്ലേഷൻ. വർക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഇൻ ആൻ ഇക്കോണമി. അത് മോഡറേറ്റ് ലെവലിലാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രൈസ് ഓഫ് റൈസ് ഈ വർഷം 50 രൂപയായി ആണ്. ഇനി അടുത്ത വർഷം ആകുമ്പോൾ റൈസിന്റെ പ്രൈസ് 55 രൂപ അല്ലെങ്കിൽ 56 രൂപയോ ആകാം. ആക്ച്വലി ഇവിടെ നോട്ടീസബിൾ ആയിട്ടുള്ള ഇൻക്രീസ് പ്രൈസിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ മാനേജബിൾ ആണ്. അതാണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വാക്കിംഗ് ഇൻഫ്ലേഷൻ ഈസ് എ മോഡറേറ്റ് ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ആണ്, വേർ പ്രൈസ് ലെവൽ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ബിറ്റ്വീൻ 3% ആൻഡ് 10% പെർ ഇയർ. ഇവിടെ പ്രൈസ് ലെവലിൽ ഇൻക്രീസ് വരുന്നത് ബിറ്റ്വീൻ 3% ആൻഡ് 10% ആണ് ഇയർലി വരുന്നത്. അതായത് മോഡറേറ്റ് ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ആണ്, മാനേജബിളും ആണത്.
പ്രൈസ് ഇൻക്രീസ് നോട്ടീസബിൾ ആണെങ്കിൽ പോലും അത് സ്റ്റിൽ മാനേജബിൾ ആണ്. അതാണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് പറഞ്ഞപ്പോ സ്ലോ ആയിട്ടുള്ള ഇൻക്രീസ് ആയിരുന്നു പറഞ്ഞത്. ഇനി വാക്കിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ, അതായത് മോഡറേറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. Galloping inflation means high rate of inflation where prices increase rapidly at a rate about 10% per year. ഇത് കുറച്ചു മുന്നേ മോഡറേറ്റ് റേറ്റിലായിരുന്നു പ്രൈസ് ഇൻക്രീസ് ചെയ്തത് കാര്യം പറഞ്ഞത്. ഗാലപ്പിങ്ങിന്റെ കേസിൽ ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് റാപ്പിഡ് ആയിട്ടായിരിക്കും. 10% പെർ ഇയർ, ഒരു വർഷം 10% ഇൻക്രീസ് പ്രൈസ് ലെവലിൽ വരും. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രൈസ് ഓഫ് റൈസ് ദിസ് ഇയർ 50 റുപ്പീസ് ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ 60 or 70 ഒക്കെ ആവും. അതായത് പ്രൈസ് ഇൻക്രീസസ് വെരി ഫാസ്റ്റ് ആയിട്ടാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മുന്നേ പറഞ്ഞ പോലെ അല്ല, അത്ര മാനേജബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. ഈ പ്രൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു അഫോർഡ് ഗുഡ്സ്. അതാണ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ, ഹൈ റേറ്റ് ഇൻഫ്ലേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പം ഇവിടെ എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ടായിരിക്കും പ്രൈസ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് എക്സീഡ്സ് അബൌട്ട് 50% എബവ് ആണ് പെർ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത്. that cause rapid fall in the value of money. Okay, price increases very rapidly, sometimes daily or weekly. അതായത് ഇവിടുത്തെ പ്രൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മേ ബി ഡെയിലി ആവാം അല്ലെങ്കിൽ വീക്ക്ലി ആവാം. 50% എബവ് ആണ് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ മണിയുടെ വാല്യൂ കുറയും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രൈസ് ഓഫ് ബ്രെഡിന്റെ പ്രൈസ് ഇന്ന് 50 രൂപയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് 80 റുപ്പീസ് ആവാം. പിന്നെ കുറച്ചുകൂടി ഫ്യൂ വീക്സ് കഴിയുമ്പോഴത്തേക്കും 150. അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ട് പ്രൈസ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. അത്രയാണ് ഇൻഫ്ലേഷന്റെ കാര്യം പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഡിമാൻഡ് പുൾ, കോസ്റ്റ് പുഷ്, ബിൽറ്റ് ഇൻ, ക്രീപ്പിംഗ്, വാക്കിംഗ്, ഗാലപ്പിംഗ് ആൻഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ദിസ് ഈസ് ഓൾ അബൌട്ട് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. Next we are going to analyze the causes of inflation. The causes of inflation. ഇൻഫ്ലേഷന്റെ കോസസ് രണ്ട് കാറ്റഗറി ഉണ്ട്. ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് മൂലം ഇൻഫ്ലേഷൻ ഉണ്ടാവാം, സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് മൂലം ഇൻഫ്ലേഷൻ ഉണ്ടാവാം. ഇനി ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് വരുന്നത് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ, ഇൻക്രീസ് ഇൻ ഡിസ്പോസബിൾ ഇൻകം, ഇൻക്രീസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിങ്, ബ്ലാക്ക് മണി, ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്, ചീപ്പ് മോണിറ്ററി പോളിസി. ഇത്രയും കാര്യങ്ങളാണ് ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് വരുന്നത്. ഇനി ഇത് ഓരോന്നും എന്താന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. ഇപ്പം സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഒക്കെ പോലെ സെൻട്രൽ ബാങ്ക്, അപ്പം സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആളുകളുടെ കയ്യിൽ കൂടുതൽ മണി ഉണ്ടാവും, കൂടുതൽ മണി സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവും. കൂടുതൽ മണി ഉണ്ടാവുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രോഡക്ട്സ് ബൈ ചെയ്യും. ആ പ്രോഡക്ട്സ് ഒരുപാട് എല്ലാവരും ബൈ ചെയ്യുമ്പം ആ പ്രോഡക്ട്സിനൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ which leads to increase in price. Increase in price വരുമ്പോൾ that leads to inflation. അങ്ങനെയാണ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ മൂലം ഡിമാൻഡ് സൈഡിൽ നിന്ന് വരുന്ന ഇൻഫ്ലേഷന്റെ ഒരു കോസ്. സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ഒക്കെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആളുകളുടെ കയ്യിൽ കൂടുതൽ മണി ഉണ്ടാവും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് കൂടുതൽ പ്രോഡക്ട്സ് വാങ്ങിക്കും. അങ്ങനെ കൂടുതൽ പ്രോഡക്ട്സ് ആളുകൾ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒക്കെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, വിച്ച് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. ഇനി സെക്കൻഡ് കോസ് ഈസ് ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം. ഈ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മള് ടാക്സ് അടച്ചു കഴിഞ്ഞ് ബാക്കി എത്ര രൂപയാണോ നമ്മുടെ കയ്യിലുള്ളത് അതാണ് ഡിസ്പോസിബിൾ
ഇൻകം എന്ന് പറയുന്നത്. ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന പൈസയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്പോസിബിൾ ഇൻകം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതായത് നമുക്ക് സ്പെൻഡ് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ് ഡിസ്പോസിബിൾ ഇൻകം. ഇനി ഡിസ്പോസിബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ മണി വരും. അപ്പൊ ആളുകൾ സോറി കൂടുതൽ പ്രോഡക്ട്സ് വാങ്ങിക്കും. അപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹയർ പ്രൈസസിലേക്ക് വരും. ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. അതാണ് ഡിസ്പോസിബിൾ ഇൻകം മൂലം ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതൊരു കോസാന്ന് പറയാൻ കാരണം. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാളുടെ സാലറി 30,000 ആണെന്ന് വിചാരിച്ചോ. അയാൾ അടയ്ക്കേണ്ട ടാക്സ് 5,000 ആണ്. അപ്പോ 30,000 മൈനസ് 5,000 കഴിഞ്ഞാൽ 25,000 ഉണ്ട്. ആ 25,000 ആണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ആ ഡിസ്പോസിബിൾ ഇൻകം അയാൾക്ക് സ്പെൻഡ് ചെയ്യാം, സേവ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇനി സെയിം തന്നെ അയാളുടെ സാലറി ഇൻക്രീസ് ചെയ്തു. 30,000 35,000 ആയി. 35,000 ആയെങ്കിലും ടാക്സ് അടയ്ക്കേണ്ടത് ആ 5,000 തന്നെയാണ്. ടാക്സിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 30,000 മൈനസ് 5,000 അല്ല 35,000 മൈനസ് 5,000 30,000 ആണ് സാലറി കിട്ടുന്നത്. അപ്പം 25,000 സ്ഥാനത്ത് 30,000 ഡിസ്പോസിബിൾ ഇൻകം കിട്ടുന്നു. അപ്പോൾ ആക്ച്വലി അയാളുടെ സാലറി ഇൻക്രീസ് ചെയ്തു. അപ്പൊ സാലറി ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യും. കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രോഡക്ട്സിന് ഡിമാൻഡ് വരും, ഹയർ പ്രൈസസ് വരും. അങ്ങനെ അത് ഇൻഫ്ലേഷനിലേക്ക് വരും. അതാണ് ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ കേസ് വരുന്നത്. ഡിസ്പോസിബിൾ ഇൻകം മൂലം ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻക്രീസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിങ്. കൺസ്യൂമർ സ്പെൻഡിങ് ഇപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ടൈമില് ഫുഡ്, അതുപോലെ ക്ലോത്ത്സ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ആളുകൾ കൂടുതലായിട്ട് വാങ്ങിക്കും. കാരണം ക്രെഡിറ്റ് അവൈലബിലിറ്റി കാരണം, അതുപോലെ സീസണൽ ഡിമാൻഡ്, അതൊക്കെ കാരണം ആളുകൾ കൂടുതലായിട്ട് പ്രോഡക്ട്സ് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ടൈമില് സീസണൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈമില് ചില സെല്ലേഴ്സ് അവരുടെ പ്രോഡക്റ്റിന് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ആ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇൻഫ്ലേഷനിലേക്കാണ് വരുന്നത്. അതായത് ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുതൽ വരുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ദെൻ വിച്ച് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. അങ്ങനെ. ഇനി നെക്സ്റ്റ് ബ്ലാക്ക് മണി. ബ്ലാക്ക് മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത മണിയാണ്, അതിന് ടാക്സ് അടയ്ക്കാത്ത മണിയാണ് ഈ ബ്ലാക്ക് മണി എന്ന് പറയണത്. അറിയാലോ. അപ്പം ഗവൺമെന്റിന് സ്വാഭാവികമായിട്ടും ടാക്സ് റവന്യൂ കിട്ടുന്നില്ലല്ലോ ബ്ലാക്ക് മണിന്ന്. അപ്പം ആക്ച്വലി എക്സ്ട്രാ മണി മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എക്സ്ട്രാ മണി ആക്ച്വലി ഉണ്ട്, പക്ഷെ ഗവൺമെന്റിന് ടാക്സ് റവന്യൂ കിട്ടുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും എക്സ്ട്രാ മണി ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ മണി ആളുകൾ സ്പെൻഡ് ചെയ്യും. അങ്ങനെ അത് ഇൻഫ്ലേഷനിലേക്ക് വരും, പ്രൈസ് റൈസ് ഉണ്ടായിട്ട്. ഇവിടെ ആക്ച്വലി ബ്ലാക്ക് മണി എക്കണോമിക് ഇൻഇക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് ബ്ലാക്ക് മണി വരുമ്പോൾ റിച്ചർ ബിക്കംസ് റിച്ചറും പുവറർ ബിക്കംസ് പുവറർ എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഫാക്ടർ ആണ് ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, കയറ്റി അയക്കാണല്ലോ മറ്റുള്ള കൺട്രീസിലേക്ക്. അപ്പം മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അതർ കൺട്രീസിലേക്ക് സെല്ല് ചെയ്യും. അതുമൂലം ഡൊമസ്റ്റിക് സപ്ലൈ കുറയും. നമ്മുടെ ഇവിടത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ മാർക്കറ്റിലെ സപ്ലൈ റെഡ്യൂസ് ചെയ്യും. സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യും. സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ കുറവാണ്. അങ്ങനെ വരുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ പ്രൈസ് ഇൻക്രീസ് വരുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. അടുത്ത ഫാക്ടർ ആണ് ചീപ്പ് മോണിറ്ററി പോളിസി. ചീപ്പ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് ആളുകൾ ലോൺ എടുക്കുക, ഇപ്പൊ ബോറോ ചെയ്യും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
പലിശ കുറവാണെങ്കിൽ ലോൺ എടുക്കുമല്ലോ ആൾക്കാര് സ്വാഭാവികമായിട്ട്. അങ്ങനെ ലോൺ എടുത്ത് ആ ലോൺ എടുത്ത മണി സ്പെൻഡ് ചെയ്യുന്നു, സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് വിച്ച് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. അതാണ് ചീപ്പ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് മൂലം ആളുകളിൽ ബോറോയിങ് എൻകറേജ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് സ്പെൻഡിങ്. ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. ഇത്ര നേരം നമ്മൾ പറഞ്ഞത്, അതായത് കോസസ് ഓഫ് ഇൻഫ്ലേഷനിൽ രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡിമാൻഡ് സൈഡ് ഫാക്ടറും പിന്നെ രണ്ട് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. അതിൽ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് shortage of factors of production, industrial disputes, natural calamities, artificial scarcity and international factors. ഈ ഇത്രയും 5 ഫാക്ടേഴ്സ് ആണ് സപ്ലൈ സൈഡിൽ നിന്ന് വരുന്ന ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. ഇനി ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഷോർട്ടേജ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് ആണ് എക്കണോമിക്സിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ലാക്ക് ഓഫ് ലേബർ, റോ മെറ്റീരിയൽസ് ഓർ ക്യാപിറ്റൽ റെഡ്യൂസസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസസ് പ്രൈസ്. ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ലേബറിലോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൽ കുറവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവര് പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കും. അതാണ് ഷോർട്ടേജ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൂലം പ്രൈസ് ഇൻക്രീസ് വരുന്നത്, ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഇപ്പൊ സ്ട്രൈക്ക്, ലോക്കൗട്ട്സ് ഒക്കെ വരുമ്പോൾ ലേബർ ഡിസ്പ്യൂട്ട്സ് വന്നു കഴിയുമ്പോഴും പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ടും കുറയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്നു പോകും. അപ്പം സോറി, പ്രൊഡക്ഷൻ കുറയുമ്പോൾ സപ്ലൈ കുറയും. സപ്ലൈ കുറയുമ്പോൾ എന്താ, ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ദാറ്റ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, ഇപ്പം ഫ്ലഡ്സ്, ഡ്രോട്ട്, സൈക്ലോൺസ്, അതുപോലെ പാൻഡമിക്സ്, അതൊക്കെ വരുമ്പോൾ പ്രൊഡക്ഷന് ഡാമേജ് വരും, ആ സ്കേഴ്സിറ്റി ഉണ്ടാവും, ആ പ്രൊഡക്ഷൻ കുറയുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡാമേജ്ഡ് ആവും. അങ്ങനെ വരുമ്പോഴും വിച്ച് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. പ്രൈസ് ഇൻക്രീസ് ഉണ്ടാവും. ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും ആവുമ്പോൾ മറ്റേ നമ്മുടെ സെല്ലേഴ്സ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും അവരുടെ പ്രോഡക്റ്റിന്റെ. ആ പ്രൈസ് ഇൻക്രീസ് ആണ് ഇൻഫ്ലേഷന് കാരണമാവുന്നത്. നെക്സ്റ്റ് സപ്ലൈ സൈഡ് ഫാക്ടർ ആണ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി. ഇത് പറയുമ്പോൾ നമുക്ക് മറ്റേ പൂഴ്ത്തിവയ്പ് എന്ന് മലയാളത്തിൽ പറയില്ലേ, അതാണ് ആക്ച്വലി പൂഴ്ത്തിവയ്പ് എന്നുള്ള ആ ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റിയിലേക്ക് വരുന്നത്. അപ്പം എ സിറ്റുവേഷൻ വേർ സെല്ലേഴ്സ് ഇന്റൻഷനലി റെഡ്യൂസ് സപ്ലൈ ടു ഇൻക്രീസ് പ്രൈസ്. പ്രൈസ് കൂടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സെല്ലേഴ്സ് പ്രൊഡക്ഷൻ കുറയ്ക്കും, സപ്ലൈ കുറയ്ക്കും. അങ്ങനെ സപ്ലൈ കുറവാകുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ആ പ്രൈസ് ഇൻക്രീസ്ഡ് ആവുമ്പോൾ ആ പൂഴ്ത്തി വെച്ച സാധനങ്ങൾ അപ്പൊ വിൽക്കാലോ. അങ്ങനെ ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി അവിടെ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ദാറ്റ് ഓൾസോ ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് വൺ വരുന്ന ഫാക്ടർ ആണ് ഇന്റർനാഷണൽ ഫാക്ടേഴ്സ്. ഈ ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പം ഓയിലിന്റെ പ്രൈസ്, ഇന്റർനാഷണൽ ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ സ്വാഭാവികമായിട്ട് ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. പെട്രോളിന്റെ ഒക്കെ വില കൂടുന്നില്ലേ, ഹയർ പ്രൈസ്. അതാണ് ഈ ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. ഗ്ലോബൽ ഇവന്റ്സ് ഓർ ചേഞ്ചസ് ഇൻ ദി ഇന്റർനാഷണൽ മാർക്കറ്റ് ദാറ്റ് അഫക്ട് പ്രൈസസ് ഇൻ എ കൺട്രി. ഇപ്പൊ ആണെങ്കിൽ യുദ്ധം, ആ യുദ്ധം വരുന്നത് മൂലം അല്ലെങ്കിൽ വന്നത് മൂലം സ്വാഭാവികമായിട്ടും മറ്റേ ചിലപ്പോ പ്രൈസ് ഹൈക്ക് ഉണ്ടാവാം. അതാണ് ഈ ഗ്ലോബൽ ലെവലിൽ വരുന്ന ഇവന്റ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് വരുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്, ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് ആൻഡ് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്.
നമ്മൾ ഇന്ന് പറഞ്ഞത് ഇൻഫ്ലേഷൻ പറഞ്ഞു, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞു, കോസസ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ മൂലം ഉണ്ടാവുന്ന ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ അഫക്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി ഇൻ വേരിയസ് വേസ് ഇൻഫ്ലുവൻസിങ് പർച്ചേസിംഗ് പവർ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓവറോൾ എക്കണോമിക് സ്റ്റെബിലിറ്റി. അതായത് മൊത്തത്തിൽ ഓവറോൾ എക്കണോമിക് സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇൻഫ്ലേഷൻ മൂലം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലോസ് ഓഫ് പർച്ചേസിംഗ് പവർ. മണി ബൈസ് ഫ്യൂവർ ഗുഡ്സ് അഫക്ട്സ് മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ് ദ മോസ്റ്റ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, ആദ്യമേ ഒക്കെ 100 റുപ്പീസിന് 5 ഐറ്റം മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നീട് 100 റുപ്പീസിന് 3 ഐറ്റംസ് വാങ്ങിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് മണി അവിടെ ഡിക്രീസ് ചെയ്തു. അത് ശരിക്കും ലോ ഇൻകം ഗ്രൂപ്പ് അതുപോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അതൊരു ഇഫക്റ്റ് ആണ് ഇൻഫ്ലേഷന്റെ. സെക്കൻഡ് വൺ, സേവിങ്സ് ഇറോഡ്. അതായത് സേവിങ്സിന്റെ വാല്യൂ ഡിമിനിഷ് ചെയ്യും. അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറവാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ, ഇപ്പൊ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് 8% ആണെന്ന് വിചാരിക്കും, പക്ഷെ ബാങ്കിൽ നിന്ന് നമ്മുടെ സേവിങ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 5% ആണ്. അപ്പൊ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറവാണ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ അവർ സേവിങ്സ്. അങ്ങനെ വരുമ്പോൾ സേവിങ്സിന്റെ റിയൽ വാല്യൂ ആക്ച്വലി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സേവിങ്സ് ഇറോഡ് ആവുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സേവിങ്സിന്റെ വാല്യൂ ആക്ച്വലി ഡിമിനിഷ് ചെയ്യാണ് ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡോണ്ട് കീപ്പ് അപ്പ് വിത്ത് ദി ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലും നമ്മുടെ സേവിങ്സിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ആക്ച്വലി നമ്മുടെ സേവിങ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതും ഇൻഫ്ലേഷന്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, അൺസർട്ടനിറ്റി ഇൻ ദി ഇക്കോണമി. അതായത് ബിസിനസ് പീപ്പിള് ഈ അൺപ്രഡിക്റ്റബിൾ പ്രൈസസ് ആണല്ലോ, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻക്രീസ് ഇൻ പ്രൈസ് വരുമ്പോൾ ബിസിനസ് പീപ്പിൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും. ബിസിനസ് പീപ്പിൾ മേ ഹെസിറ്റേറ്റ് ടു ഇൻവെസ്റ്റ് ഡ്യൂ ടു അൺപ്രഡിക്റ്റബിൾ പ്രൈസസ്. അവർക്കിപ്പം അതായത് പ്രോഫിറ്റ് ആണോ, നാളെ എന്ത് പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോ ഒരു പ്രൈസാ, നാളെ പ്രൈസ് കൂടിയാലോ, അപ്പൊ നാളെ ചിലപ്പോ പ്രോഫിറ്റ് കൂടുതൽ കിട്ടിയാലോ, അപ്പൊ അതിനൊരു ഉറപ്പില്ലല്ലോ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അങ്ങനത്തെ ഉറപ്പില്ലാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് ബിസിനസ് പീപ്പിൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും. അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് വേണ്ടെന്ന് വെക്കും. അത് ഇൻഫ്ലേഷന്റെ ഒരു ഇഫക്റ്റ് ആണ്, അൺസർട്ടനിറ്റി ഇൻ ദി ഇക്കോണമി. നെക്സ്റ്റ് വൺ, ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ്സ് സഫർ. ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ, സാലറീഡ് ഇൻഡിവിജ്വൽസ്, അവരൊക്കെയാണ് ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ്സിലുള്ള ഇൻഡിവിജ്വൽസ് ആക്ച്വലി ഇൻകം ലോസ് ഫേസ് ചെയ്യും. കാരണം അവരുടെ മണിയുടെ വാല്യൂ ആക്ച്വലി കുറയാണ് ചെയ്യുന്നത് അതുകൊണ്ട്. നെക്സ്റ്റ് വൺ, എൻകറേജസ് ഹോർഡിംഗ് ആൻഡ് സ്പെക്കുലേഷൻ. അതായത് ആളുകള് ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യും പ്രൈസ് കൂടുമെന്ന് വിചാരിച്ചിട്ട്. പ്രൈസ് കൂടും, അതായത് പൂഴ്ത്തിവയ്പ്പൊക്കെ പോലെ. അതായത് ആളുകൾ മനഃപൂർവ്വം ഇന്റൻഷനലി ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യും, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പെക്ടേഷനിൽ. അത് സപ്ലൈനെ ബാധിക്കും. സപ്ലൈനെ വേഴ്സൺ ഇഫക്റ്റ് ആണ് സപ്ലൈയിൽ അത് ഉണ്ടാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൈസ് ആൻഡ് ഫൈനലി ഇൻഫ്ലേഷൻ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ബോറോവേഴ്സ്. ഇവിടെ ഗുണമുള്ള ആൾക്കാർ ബോറോവേഴ്സ് ആണ്. ഇപ്പം ലോൺ ഒക്കെ എടുത്തവരാണെങ്കിൽ ലോൺ റീപേ ചെയ്യാൻ നേരത്ത് മണി ഓഫ് ലോവർ വാല്യൂ ദാൻ വെൻ ബോറോഡ്. ബോറോ ചെയ്ത സമയത്തുള്ളതിനേക്കാളും ലോവർ മണി റീപേ ചെയ്താൽ മതി. അപ്പൊ ലോൺ എടുത്ത ആൾക്കാർക്ക് ബെനിഫിറ്റ് ആണ് വരുന്നത് ഇൻ കേസ് ഓഫ് ഇൻഫ്ലേഷൻ. നെക്സ്റ്റ്, ലാസ്റ്റ്, വേഴ്സൺസ് ഇൻകം ഇൻഇക്വാളിറ്റി. അതായത് ഇൻകം ഇൻഇക്വാളിറ്റി ഉണ്ടാവും ഇൻഫ്ലേഷൻ വരുമ്പോ. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പല പല അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ പൂർ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ എസെൻഷ്യൽ ഗുഡ്സ്, അവശ്യ വസ്തുക്കൾ വാങ്ങിക്കാൻ, ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറെ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും, കാരണം റൈസ് ഇൻ പ്രൈസ് കാരണം.
എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ പൂർ പീപ്പിൾ spend more on essentials. Rich people can invest on assets. അപ്പൊ അങ്ങനെ വരുമ്പോൾ richer becomes richer and poorer becomes poorer എന്നുള്ള സിറ്റുവേഷൻ വരും. That leads to income inequality. Finally it leads to inflation. അല്ല ഓക്കെ, ഇൻഫ്ലേഷൻ. ഇതാണ് ഇൻഫ്ലേഷന്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത്. Loss of purchasing power, savings erode, uncertainty in economy, fixed income groups suffer, encourages hoarding and speculation, benefits borrowers and worsens income inequality. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്ലേഷന്റെ ഇഫക്ട്സ് ആയിട്ട് വരുന്നത്. ഇനി ഇൻഫ്ലേഷൻ മൂലം പ്രൊഡക്ഷനെയും ബാധിക്കും. ഇത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞു. ഇനിയിപ്പം ഇൻഫ്ലേഷന്റെ ഇഫക്ട്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലും പ്രൊഡക്ഷനിലും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത നെക്സ്റ്റ് പറയാൻ പോണത്. ഫസ്റ്റ് വൺ, ഡിസ്കറേജസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂ ടു അൺസർട്ടനിറ്റി അബൌട്ട് ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് റിട്ടേൺ. ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞ പോലെ ബിസിനസ് പീപ്പിളിന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഫ്യൂച്ചറിൽ അവരുടെ പ്രോഫിറ്റിന്റെ കാര്യമോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിട്ടേണിന്റെ കാര്യമൊന്നും ഉറപ്പില്ലാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അവർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിന് മുതിരില്ല. അതൊരു ഇഫക്റ്റ് ആണ് പ്രൊഡക്ഷന്റെ കേസിൽ. നെക്സ്റ്റ്, റെഡ്യൂസസ് റിയൽ റിട്ടേൺസ് ഓൺ സേവിങ്സ് ആൻഡ് ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് അങ്ങനത്തെ സേവിങ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സേവിങ്സിന് ആക്ച്വൽ റിയൽ റിട്ടേൺസ് കുറവായിരിക്കും. അതായത് അതിന്റെ വാല്യൂ, സേവിങ്സിന്റെ വാല്യൂ ഇറോഡ് ചെയ്യും അല്ലെങ്കിൽ സേവിങ്സിന്റെ വാല്യൂ ഡിമിനിഷ് ചെയ്യും ഇൻഫ്ലേഷൻ വരുമ്പോൾ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറവായിരിക്കും. നമ്മുടെ ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഇൻഫ്ലേഷന്റെ ഒരു ബാഡ് ഇഫക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഷിഫ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ടു സ്പെക്കുലേറ്റീവ് അസറ്റ്സ്. അതായത് ആളുകൾ പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിലെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള, അതായത് പ്രൈസ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആൾക്കാർ സ്പെക്കുലേറ്റീവ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. പ്രൊഡക്റ്റീവ് സെക്ടറിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് വരും. ഇനി അതപ്പോ പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ് സഫർ ചെയ്യുമല്ലോ. ഈ നെക്സ്റ്റ് വൺ, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ആക്ച്വലി ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ബോറോ ചെയ്യുന്നത്, അതായത് ലോൺ എടുക്കുന്നത് ഇൻട്രസ്റ്റ് കൂടുതൽ, അതായത് പലിശ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറയുമല്ലോ. അങ്ങനെ ബിസിനസ് ലോൺസ് ഒക്കെ ഡിസ്കറേജ്ഡ് ആവും. നെക്സ്റ്റ്, ലാസ്റ്റ്, ഇറോഡ്സ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ബിക്കോസ് ഹൈ ഇൻഫ്ലേഷൻ എൻവയോൺമെന്റ് ആയതുകൊണ്ട്, അതായത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് ഇത്രയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലും പ്രൊഡക്ഷന്റെ കേസിലും ഇൻഫ്ലേഷൻ അഫക്ട് ചെയ്യുന്ന ഈ രീതിയിലാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഡിസ്കറേജസ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, reduces real returns on savings and fixed income investments, shift in investment to speculative assets like gold or real estate, higher interest rates which increase borrowing costs, discouraging business loans, then erodes investor confidence. ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ്. അപ്പം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള മെഷേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്. മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസി ബൈ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് ഓർ ഗവൺമെന്റ്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഒക്കെ, സെൻട്രൽ ബാങ്ക് ലൈക്ക് റിസർവ് ബാങ്ക്. മറ്റേ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പോളിസിയാണ്, ഗവൺമെന്റിന്റെ നയം. അതെന്താന്നൊക്കെ ഞാൻ പറയാം. മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസിയാണ്
നമ്മൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള 2 മെഷേഴ്സ്. ഇനി അതിൽ ഫസ്റ്റ് വൺ മോണിറ്ററി പോളിസി. ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഇത് ബാക്കി നമുക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ദെൻ.